നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനലിന് തന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം. പുരാണങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കണ്ടെത്തിയത് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് തന്നെയാണ്. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഓരോ മനുഷ്യജന്മത്തിനും എന്ന പോലെ ഈ ഭൂമിയിലെ ഓരോ ചരാചരത്തിനും ഒരു ജന്മലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ. മറ്റ് ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് മനുഷ്യജന്മം എന്ന് പുരാണങ്ങളിൽ പലതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ. ആ വാക്കുകളിൽ പറഞ്ഞാൽ അവനവൻ ഓരോ ജന്മങ്ങളിലും സ്വന്തം കർമ്മഫലം അനുഭവിച്ചു തീർക്കുന്നു എന്നാണ്. ഓരോ ജന്മത്തിലെയും കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ടാവാം. എങ്കിലും ഈ ജന്മം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പല വിഷമഘട്ടങ്ങളും കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് വളരെ വ്യക്തമായി ഇതിഹാസങ്ങളിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി, ഈ ജന്മം നമ്മൾ എത്രയൊക്കെ ഈശ്വരഭജനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഉത്തമനായ ഒരു ഈശ്വര വിശ്വാസിയായിട്ട് ജീവിക്കുകയും ചെയ്തിട്ടും എന്നും നമുക്ക് കിട്ടുന്നത് ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അത് നിങ്ങളുടെ കർമ്മഫലമാണ്. ആ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ജന്മത്തിൽ വെച്ചായിരിക്കണമെന്നില്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതിലോ വെച്ചിട്ടാവാം. ഇനി പുനർജന്മത്തെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിഷ്ണു പുരാണത്തിലും ഗരുഡ പുരാണത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രാമായണം പോലുള്ള ഇതിഹാസങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അതിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതാണല്ലോ രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഭാരതീയ ചിന്താധാരയിലെ ഇത്തരം അമൂല്യമായ ധർമ്മശാസ്ത്ര തത്വങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ഇതിഹാസമായ രാമായണം തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. വരുണപുത്രനായ വാൽമീകി മഹർഷിക്ക് കർമ്മദോഷത്താൽ പൂർവ്വജീവിതത്തിൽ രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളൻ പിടിച്ചുപറിക്കാരനുമായി ജീവിക്കേണ്ടി വന്നു. ഒടുവിൽ പതിവ് പോലെ ഒരു ദിവസം മുന്നിൽ കിട്ടിയ കുറേ മഹർഷിമാരെ തടുത്തു നിർത്തി പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ അവർ ചോദിച്ചു, നീ ആർക്കു വേണ്ടിയാണ് ഈ ദുഷ്കർമ്മമൊക്കെ ചെയ്യുന്നതെന്ന്. അതിന് രത്നാകരൻ്റെ മറുപടി, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, എന്നാൽ നീ അവരോട് പോയി ചോദിക്കൂ, നിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം അവർ കൂടി പങ്കിട്ടെടുക്കുമോ എന്ന്. ഇനി നീ ഈ ഉത്തരവും കൊണ്ട് മടങ്ങി വരുന്ന സമയം വരെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വിട്ടു. വീട്ടിലെത്തിയ രത്നാകരൻ തൻ്റെ പാപത്തിൽ ഒരു പങ്ക് അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ഭാര്യയോടും മക്കളോടും ആരാഞ്ഞു. എന്നാൽ അവർ അതിന് തയ്യാറല്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. തിരികെ മഹർഷിമാരുടെ അരികിലെത്തിയ രത്നാകരൻ ദുഃഖിതനായി തനിക്ക് ലഭിച്ച ഉത്തരം മഹർഷിമാരുമായി പങ്കുവച്ചു. അവന് ജീവിതത്തിൽ വല്ലാത്ത വിരക്തി അനുഭവപ്പെട്ടു. തനിക്ക് പാപമോചനം നേടുവാനുള്ള വിദ്യ ഉപദേശിക്കുവാൻ അവൻ അവരോട് യാചിച്ചു. അങ്ങനെ സപ്തർഷിമാർ അവന് രാമനാമം ഉപദേശിച്ചു. എന്നാൽ രത്നാകരൻ്റെ നാവിനത് വഴങ്ങി വന്നില്ല. ഇതേ തുടർന്ന് മഹർഷിമാർ തൊട്ടടുത്ത് നിന്ന ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് മര എന്ന് തുടർച്ചയായി ചൊല്ലുവാൻ പറഞ്ഞു. രത്നാകരൻ അതനുസരിച്ചു. തുടർച്ചയായ ആ ചൊല്ലൽ രാമ എന്ന് മാറി. സംവത്സരങ്ങൾക്ക് ശേഷം അതുവഴി വന്ന സപ്തർഷിമാർ രത്നാകരൻ നിലകൊണ്ടിടത്തൊരു വലിയ ചിതൽപുറ്റ് ഉയർന്നു നിൽക്കുന്നത് കണ്ടു. രാമമന്ത്രം ജീവിതവ്രതമാക്കി ആ മനുഷ്യൻ മറ്റൊരു ബോധതലത്തിലേക്ക് ഉയർന്നിരുന്നു. രത്നാകരൻ എന്ന കാട്ടാളൻ ഒരു മഹാഋഷിയായി പരിണമിച്ചു. വാൽമീകത്തിൽ നിന്നും പിറന്നവനെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വാൽമീകി എന്ന്
പേര് നൽകപ്പെട്ടു. ആദി കാവ്യമായ രാമായണം രചിച്ച ആ മഹാശ്രേഷ്ഠനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്നത്. കർമ്മഫലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീടുള്ള ജീവിതത്തിൽ ഒരു മഹർഷിയായിട്ട് ജീവിക്കുകയായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ നമ്മുടെ കർമ്മഫലങ്ങളുടെ തീവ്രത ഒരല്പം കുറയ്ക്കാമെന്നുള്ളതാണ്. കർമ്മഫലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല, എന്നാൽ ഒരല്പം തീവ്രത കുറയ്ക്കാം. അതൊരു സത്യം തന്നെയാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ കഠിനമായ ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജന്മത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. എന്നിരുന്നാലും നമ്മുടെ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. എങ്ങനെയെന്നല്ലേ? പ്രാർത്ഥനകളിലൂടെയും ജപത്തിലൂടെയും ഈശ്വര ഭജനത്തിലൂടെയും നമുക്കതിന് സാധിക്കും. ഈശ്വരനാമങ്ങൾ ഉരുവിടുന്നതിലൂടെ നമ്മുടെ പാപഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. വലിയ ഒരു മുറിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറാ രോഗമോ ഇങ്ങനെ കർമ്മഫലമായിട്ട് നമുക്ക് ലഭിച്ചാൽ പോലും അതിൻ്റെ കാഠിന്യം ലഘൂകരിക്കാൻ നമ്മുടെ നാവ് കൊണ്ടുള്ള നാമജപങ്ങൾക്ക് കഴിയും. അപ്പോൾ നാമജപങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ട്. ഈ കലിയുഗത്തിൽ നാമജപങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും ഇതുകൊണ്ടാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ആരോ ആയിക്കൊള്ളട്ടെ, ദിവസവും ആ തിരുനാമങ്ങൾ ചൊല്ലുക. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും സാരമില്ല, നാവിൻ തുമ്പത്ത് എപ്പോഴും ഈശ്വരനാമങ്ങൾ കളിയാടണം. ഈ ജന്മത്തിലെങ്കിലും വീണ്ടും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഓർക്കുക, ഈ ജന്മത്തിലെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപക്ഷെ അടുത്ത ജന്മത്തിലായിരിക്കും. അങ്ങനെ എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും മോക്ഷപ്രാപ്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ആത്മാവിനും കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനവും അതുതന്നെ, മോക്ഷപ്രാപ്തി. ഈ ജീവിതത്തിലെ ലൗകികമായ എല്ലാ സുഖങ്ങൾക്കും അപ്പുറം ഉള്ള ഒരു സുഖമാണ് മോക്ഷപ്രാപ്തി എന്നുള്ളത്. ആ സുഖം നേടാനാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ജന്മം കൊണ്ട് ചെയ്യേണ്ടത്. ഈ ജന്മം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന അത്ര പുണ്യങ്ങൾ നേടിയാൽ ഒരുപക്ഷെ വരും ജന്മങ്ങളിലെ കഷ്ടതയൊക്കെ നമുക്ക് കുറയ്ക്കാനോ, വരും ജന്മങ്ങളൊന്നുമില്ലാതെ ജനിമരണങ്ങളില്ലാതെ പൂർണ്ണമായൊരു മോക്ഷപ്രാപ്തി നമുക്കുണ്ടാകും. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിലെങ്കിലും നന്മയുടെ ഒരു തിരി കൊളുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. നന്ദി, നമസ്കാരം.